എന്തിനടി ചാരു? ആരോ പശുവിന് വിഷം കൊടുത്തെന്ന് കള്ളക്കഥയുണ്ടാക്കിയത് നീ തന്നെയല്ലേ? പശുക്കൾ ചത്തു വീണെന്ന് ആദ്യം പറഞ്ഞു പരത്തിയത്. എന്നിട്ട് അച്ഛനെ ആകാശിനെ ഇളക്കി വിട്ട് ശ്രേയെ ഓഫീസിൽ വെച്ച് അപമാനിച്ചു അല്ലേ? പശുക്കൾ ചത്തു വീണു എന്നുള്ളത് സത്യം തന്നെയാ ചേച്ചി. പക്ഷെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. മരുന്ന് ഫലിച്ചതാണോ അതോ ദേവി അനുഗ്രഹിച്ചതാണോ? പക്ഷെ എല്ലാ പശുക്കളും രക്ഷപ്പെട്ടു. നിർത്തടി നിന്റെ കള്ളക്കഥ. എന്റെ ജീവിതത്തിൽ നഷ്ടം വരുത്തി വെക്കാൻ കിട്ടുന്ന ഓരവസരവും നീ ഇന്നോളം പാഴാക്കിയിട്ടില്ല. നിന്റെ സ്വപ്നങ്ങൾ ആദ്യം നീ തകർത്തു. ഇപ്പോ നീ ഇല്ലാതാക്കുന്നതേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത ചീഫ് എഞ്ചിനീയർ എന്ന പദവിയോ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ശ്രേയ. അപ്പോഴത്തെ ദേഷ്യത്തിന് ബാലമാമ ഓഫീസിലേക്ക് വന്നു എന്നല്ലാതെ അതിന് പ്രത്യേക ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പശുക്കൾക്ക് വിഷം കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളക്കഥയൊന്നുമല്ല, അത് സത്യമാണ്. പോലീസ് അത് തെളിയിക്കുകയും ചെയ്യും. നീ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയോ സത്യം കണ്ടെത്തുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഇനി സർക്കാർ ഉദ്യോഗസ്ഥയെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. ബാലചന്ദ്രൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല മോളെ. എന്തിലും ഒരു വ്യക്തത വരാതെ ആരുടെ പേരിലും ഒരാരോപണം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. എന്തിലും ഒരു വ്യക്തത വരാതെ ആരുടെ പേരിലും ഒരാരോപണം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. മോളുടെ ഓഫീസിൽ വന്ന് ബാലചന്ദ്രൻ പ്രശ്നം ഉണ്ടാക്കി അറിഞ്ഞപ്പോ ഞാനും ഒന്ന് സംശയിച്ചു, ഈ ബാലിത് എന്താ പറ്റിയെന്ന്. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. ദുർബല ഹൃദയന. പശുക്കൾക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സ്വന്തം മരുമോളുടെ അഭിമാനത്തെക്കാൾ വലുതാണോ അയാൾക്ക് പശുക്കള്? ആ ദേ അങ്ങേര് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് മനസമാധാനത്തോടൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല ഗോവിന്ദ. ദേവി തുണച്ചൊന്നല്ലാതെ മറ്റെന്താ പറയാ. ഹാ, നിങ്ങളിങ്ങനെ ആശ്വസിച്ച് ചാരുകസേരയില് മലർന്ന് കിടക്കണ്ട. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. എന്താ ഹേമേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അച്ഛൻ അറിയില്ലേ? അറിയാൻ വയ്യാത്തോണ്ടാണല്ലോ ചോദിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തുറന്നു പറയൂ. പശു ചത്തതിന്റെ പേരും പറഞ്ഞ് അമ്മാവനിന്ന് ശ്രേയ മാഡത്തിന്റെ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പത്രക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ രാഷ്ട്രീയക്കാർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം, മൗനം. അതാണ് അമ്മാവൻ ഇപ്പൊ എടുത്ത് ഈ പ്രയോഗിക്കുന്നത്. എന്താ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? ചോദിച്ചതിനുള്ള മറുപടി പറ. നിങ്ങൾ ഇന്ന് ശ്രേയമോളുടെ ഓഫീസിൽ ചെന്ന് അവളെ അപമാനിച്ചു അല്ലേ? ഹേമയെ അപമാനിക്കാൻ വേണ്ടിയെന്നല്ല ഞാൻ ഓഫീസിലേക്ക് പോയത്. പശുക്കൾക്കാരോ വിഷം കൊടുത്തു എന്നുള്ള സത്യം തന്നെയാ. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. അത് നേരിട്ട് കണ്ട് ശ്രേയോട് ചോദിക്കണം തോന്നി. അതിലിപ്പോ എന്താ അത്ര വലിയ തെറ്റ്? ഇപ്പോഴും അതിലെ തെറ്റെന്താണെന്ന് മാഷിന് ബോധ്യമായില്ല അല്ലേ? ചോദിച്ചത് കേട്ടില്ലേ ആന്റി? അതിൽ ഇത്ര വലിയ തെറ്റെന്താണെന്ന്. ആന്റിയുടെ ഭർത്താവിന് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? എന്താ ശ്രേയത? ആരോടാ സംസാരിക്കുന്നെന്ന് വല്ല ചിന്തയുണ്ടോ നീ നിനക്ക്? വേണ്ടിപ്പോരുത്. നീ ഒറ്റയൊരുത്തി ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട. ശ്രേയക്ക് എന്താ പറയാനുള്ളത് വെച്ചാ എന്നോട് പറഞ്ഞോളൂ. മരുമോളോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ പശുക്കൾക്ക് ആരോ വിഷം കൊടുത്തു എന്ന് കേട്ട ഉടനെ എന്ത് വിചാരിച്ചിട്ടാ നിങ്ങൾ ശ്രേയമോളുടെ ഓഫീസിലേക്ക് പോയത്? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അത്രയും സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് മോളോട് മോശമായി സംസാരിച്ചത്? മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ബാലൻ അങ്ങോട്ട് പോയത്. ഇന്ന് ആ ഫാമിലേക്ക് ആകെ രണ്ടുപേരെ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. ഒന്ന് ശ്രേയമോളും ഒന്ന് പരമേശ്വരനും ആയിരുന്നു. ശ്രേയമോളും അരവിന്ദനും കൂടി നമ്മളെ ഫാമിലേക്ക് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ബാലനപ്പോ ഒരു സംശയം തോന്നി. അത് വല്ലാത്ത സംശയമാണല്ലോ ഗോവിന്ദ മാമ. ശ്രേയ ഫാമിലിക്ക് പോയാലുടനെ അവളാണ് പശുക്കൾക്ക് വിഷം കൊടുത്തതെന്ന് നിങ്ങൾ കൂട്ടുകാർ രണ്ടും കൂടി അങ്ങ് തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ തന്നെ ശ്രേയമോൾ എങ്ങനെയാ പുറത്തുനിന്നുള്ള ആളാവുന്നത്? അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാ കൊള്ളായിരുന്നു. ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. ഗോവിന്ദൻ മാമ പറഞ്ഞ ഏത് ഉദ്ദേശത്തോടെ ആണെങ്കിലും ആ പ്രസ്താവന അങ്ങോട്ട് പിൻവലിക്കണം. വളരെ മോശമായി പോയി. ശ്രേയ അന്യാണോ ഗോവിന്ദൻ മാമ?
നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാമിലേക്ക് ഒരൊറ്റ ആളെ വന്നിട്ടുള്ളൂ. അത് ഈ നിൽക്കുന്ന മാഷിന്റെ കൂട്ടുകാരനാ. അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് ഈ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ തന്നെ അല്ലായിരുന്നോ? അമ്മായി അങ്ങനൊന്നും പറയരുത്. അവര് നമ്മുടെ അതിഥികളാ, അതിന്റെ മാന്യത കാണിക്കണം. ആയിരപ്പറ കുടുംബത്തിലെ മൂത്ത മരുമകൾക്ക് കൊടുക്കാത്ത എന്ത് മാന്യതയാ വിരുന്നുകാർക്ക് കൊടുക്കേണ്ടത്? നിങ്ങളുടെ പശുക്കൾ ചത്തതിൽ അത്ര വേദന ഉണ്ടെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് പുറത്തുനിന്ന് വന്ന നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. അത് നിങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ. ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ ആന്റി? ഈ ചാരു ഇവളുടെ ബാലമാമൻ ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയല്ലേ ഇത്? അല്ലെങ്കിൽ ചത്തു എന്ന് പറഞ്ഞ പശുക്കൾ എങ്ങനെയാ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നേറ്റ് നിന്നത്? ശ്രേയ, പശുക്കള് ചത്ത പോലെ കിടക്കുന്ന ഞാനും കണ്ടതാ. ബാലമാമയും ഗോവിന്ദ മാമയും പരമേശ്വരനങ്ങളും ആകാശേട്ടനും എല്ലാം അത് കണ്ടതാ. അത് കള്ളക്കഥയാവുന്നത് എങ്ങനെയാ? നീ നിന്റെ കുറെ സിമ്പതിക്കാരുമാണല്ലോ സാക്ഷികൾ. അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? എനിക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പറയാം, ഞാൻ അവിടെ ചെന്നപ്പോ പശുക്കളെല്ലാം ചത്ത പോലെ കിടക്കുകയായിരുന്നു. അതെ, നിങ്ങൾ ഈ വീട്ടിലെ വിരുന്നുകാരാ. അതിന്റേതായ എല്ലാ മാന്യതയും ഞാൻ തരുന്നുണ്ട്. ദയവേത് ഈ പ്രശ്നത്തിൽ ഇടപെടരുത്. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുടുംബകാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇതെന്റെ മാത്രം പ്രശ്നമാണ്. എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്റെ പ്രതീക്ഷകളെയല്ലേ, സ്വപ്നങ്ങളെയല്ലേ ഈ മാഷ് തകർത്തു കളഞ്ഞത്. എത്രയോ കുട്ടികൾക്ക് അക്ഷരവും അറിവും പറഞ്ഞു കൊടുത്ത ആളാണ്. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ്. വലിയ നിലയിൽ എത്തണമെന്ന് അവരെ ഉപദേശിച്ചു കാണില്ലേ? അങ്ങനെ കുഞ്ഞിലെ മുതൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ജോലി, ആ ജോലിയാ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത്. ജോലി കളഞ്ഞെന്നോ? ശ്രേയ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഫീസിൽ വെച്ച് അപമാനിക്കപ്പെട്ടതുകൊണ്ട് ശ്രേയ മേഡം ഇനി ജോലിക്ക് പോകുന്നില്ലെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ ജോലി തന്നെ രാജിവെക്കാനാ ശ്രേയമോളുടെ തീരുമാനം. ജോലി രാജിവെക്കാനോ? അതിന് മാത്രം ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? അങ്കിളിന് ഇതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. കീഴ് ജീവനക്കാരുടെ മുമ്പിൽ അന്തസ്സായി തല ഉയർത്തി നിന്ന് കൃത്യമായി ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥയാ ഞാൻ. അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെട്ടു, അറിയോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പോഴും ചൂടൻ വാർത്തയായത്. കണിശക്കാരിയായ ചീഫ് എഞ്ചിനീയർ ശ്രേയയെ ഭർത്താവിന്റെ അച്ഛനും അനുജനും ചേർന്ന് ഓഫീസിലിട്ട് തല്ലി.